ചിരൂരിൽ അർജുനെ കാണാതായ ഗംഗാവലി പുഴയിൽ പരിശോധന തുടരുകയാണ്. അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രക്ഷാദൗത്യത്തിലെ ഏറ്റവും ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള കാര്യം. ആ ട്രക്കിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ. അതിനുവേണ്ടി സ്കൂബ ഡൈവേഴ്സ് തയ്യാറെടുക്കുകയാണ്. ഡ്രോണുകൾ എത്തിച്ചിട്ടുണ്ട്. ആ ഡ്രോണിൻ്റെ പ്രത്യേകത, ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ പുഴയ്ക്കടിയിൽ കിടക്കുന്ന, മണ്ണിനടിയിൽ കിടക്കുന്ന ട്രക്കിനകത്ത് ആളുണ്ടോ എന്ന് പോലും പരിശോധിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു നിഗമനത്തിലെത്തി കഴിഞ്ഞാൽ സ്കൂബ ഡൈവേഴ്സിന് മുങ്ങിച്ചെന്ന് അർജുനെ വെളിയിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം ആ ട്രക്ക് വെള്ളത്തിന് പുറത്തേക്ക് കെട്ടിവലിച്ച് എത്തിക്കും, കരയിലേക്ക് എത്തിക്കാൻ കഴിയും. ഈ ഡ്രോൺ പറത്താനുള്ള ശ്രമം തുടരുകയാണ്. അതിൻ്റെ ബാറ്ററി ഉണ്ടായിരുന്നില്ല. ബാറ്ററി ഇന്ന് രാവിലെയാണ് എത്തിച്ചത്, അല്പം മുമ്പാണ് എത്തിയത്. ആ ബാറ്ററി ഉപയോഗിച്ച് ഡ്രോൺ പറത്തിക്കൊണ്ട് നിരീക്ഷണം തുടരും. ഇതിനിടെ ഡിങ്കി ബോട്ടുകളിൽ സ്കൂബ ഡൈവേഴ്സ് ഗംഗാവലി പുഴയിൽ പര്യവേക്ഷണം നടത്തുകയാണ്. അതൊരു റെക്കഗ്നൈസൻസ് ആണ്. ആ ഒഴുക്ക് എത്രയുണ്ട് എന്ന് പരിശോധിക്കുക, അതുപോലെ അടിയൊഴുക്ക് എത്രയുണ്ടെന്ന് പരിശോധിക്കുക. അതോടൊപ്പം തന്നെ പുഴയ്ക്കടിയിൽ മറ്റെന്തെങ്കിലും ഒബ്ജക്ട്സ് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഷഫീഖ് നസറുള്ള ചേരുന്നു. ഷഫീഖ്, ഡ്രോൺ പറത്തി തുടങ്ങി. ഡ്രോൺ ഇതുവരെയും പറത്തി തുടങ്ങിയിട്ടില്ല. പറത്തി തുടങ്ങുന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഉടൻ തന്നെ നമുക്ക് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാനാവും. ഇപ്പോൾ നേരത്തെ അജിം സൂചിപ്പിച്ചതുപോലെ പുഴയിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി അടിയൊഴുക്കുണ്ടോ എന്ന കാര്യത്തിലുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. അടിയൊഴുക്ക് എത്ര ശക്തമാണ്, അതിന്റെ വേഗതയും ദിശയും മനസ്സിലാക്കിയതിനു ശേഷമാണ് മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിയും. മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ ഇറങ്ങി ഈ വാഹനത്തിന്റെ അടുത്തെത്താനാവുമോ എന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഐബോർഡ് ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിൽ നിന്ന് ലഭ്യമാവുന്ന സൂചനകളാണ്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഏറ്റവും ആധുനിക സംവിധാനമുള്ള നിരീക്ഷണോപകരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ ആരംഭിക്കും. അതിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ചില സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ ഉടൻ തന്നെ അത് പ്രവർത്തിപ്പിക്കാനാവും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നേരത്തെ ഡൽഹിയിലുണ്ടായിരുന്ന ബാറ്ററി ഇപ്പോൾ ട്രെയിൻ മാർഗം ഇവിടെ എത്തിച്ചതായിരുന്നു. അല്പസമയം മുൻപാണ് പോലീസിന്റെ അകമ്പടിയോടെ ആ ബാറ്ററി ഈ അപകടം നടന്ന സ്ഥലത്തെത്തിയത്. അതിനു മുൻപ് തന്നെ ഇന്ദ്രപാൽ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഈ അപകടം നടന്ന സ്ഥലത്തെത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇന്ന് അവിടെ ഈ പരീക്ഷണങ്ങൾ നടക്കുന്നത്, നിരീക്ഷണങ്ങൾ നടക്കുന്നത്. ഈ മണ്ണിനടിയിൽ പൂണ്ടുകിടക്കുന്ന സ്വഭാവത്തിൽ ഒരു വലിയ ലോഹവസ്തുവിന്റെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം തന്നെ സോണാർ സിഗ്നലിലും അതോടൊപ്പം തന്നെ റഡാർ സിഗ്നലിലും കണ്ടെത്തിയിരുന്നു. ഈ സോണാർ സിഗ്നലും റഡാർ സിഗ്നലും ഒരേ പോയിന്റിലാണ് ഈ വലിയ ഒരു ലോഹവസ്തുവിനെ കണ്ടെത്തിയത്. അവിടെ തന്നെ നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് സ്ഥിരീകരിക്കുന്ന ഒരു വിവരം ഇന്നലെ ഉച്ചയോടുകൂടി വന്നു. ഉച്ചയ്ക്ക് ശേഷം അവിടെ മറ്റൊരു ട്രക്കും അവിടെ ഉള്ളത് ട്രക്കാണ് എന്ന സ്ഥിരീകരണം ഉണ്ടാവുന്നു. എന്നാൽ മറ്റൊരു ട്രക്കും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതായി പരാതി ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു കേസ് നിലവിലില്ലാത്തതുകൊണ്ട് അത് അർജുനന്റെ വാഹനം തന്നെയാണ് എന്നൊരു സ്ഥിരീകരണം ഔദ്യോഗികമായി തന്നെ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ ഭരണകൂടവും നടത്തുന്നു. ആ അർത്ഥത്തിൽ അർജുനന്റെ വാഹനത്തിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇന്ന് പുനരാരംഭിച്ചത്. രാവിലെ തന്നെ ആർമിയുടെയും നേവിയുടെയും ഒക്കെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ രാവിലെ കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല. അതിശക്തമായ മഴയും കാറ്റുമായിരുന്നു. മഴയും കാറ്റുമുള്ള സമയത്ത് നീരൊഴുക്ക് ശക്തമാണ്, അടിയൊഴുക്ക് ശക്തമാണ്. ഈ പുഴയിൽ കലങ്ങി മറിഞ്ഞ് കുത്തിയൊലിക്കുന്ന പുഴയാണ്. ആ ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ നേരത്തെ ഒരു തവണ രക്ഷാപ്രവർത്തനം, തിരച്ചിൽ പ്രവർത്തനം നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ 1 മണിക്കൂറോളമായി മഴ പെയ്യുന്നില്ല. ഈ മഴ പെയ്യാത്ത സാഹചര്യം അനുകൂലമാണ്. ഈ മഴയില്ലാത്ത സമയത്ത് കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വലിയ യന്ത്രക്കൈയുള്ള മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മണ്ണു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്.